അങ്ങനെ അച്ചുക്കുട്ടൻ്റെ നെയ്മി സെറിമണി ഇനി വന്നെത്തിയേ. ഞാനതുകൊണ്ട് തലേന്നേ പോന്നു. ഞാൻ വന്നപ്പോഴത്തേനും ക്രിസ്റ്റിയെല്ലാം എയർപോർട്ടിൽ പോയിരുന്നേ. അച്ചുക്കുട്ടൻ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ പപ്പായും അച്ചുക്കുട്ടനും തമ്മിൽ കാണുന്നതേ. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണത് കൊണ്ട് ഇന്ന് നേരത്തെ അത്താഴം കഴിച്ചിട്ട് കിടന്നു കേട്ടോ. രാവിലെ ജനലിന്റെ ഭാഗത്ത് എന്തോ ശബ്ദം കേട്ടിട്ടാണ് എഴുന്നേറ്റതേ. ചെന്ന് നോക്കിയപ്പോൾ ദേ ഇവരുടെ പ്രകടനമാണേ. അങ്ങനെ ഇന്ന് അച്ചുക്കുട്ടൻ്റെ നെയ്മി സെറിമണിയാണ്. ഞങ്ങൾ റെഡിയാകാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പപ്പായും മമ്മിയും നേരത്തെ പോയിരുന്നേ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അച്ചുക്കുട്ടൻ ഇന്ന് ആദ്യമായിട്ട് ചർച്ചിൽ പോവാണേ. അച്ചുക്കുട്ടനെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ സന്തോഷം അവരെല്ലാം മുഖത്ത് ഞാൻ കണ്ടേ. അങ്ങനെ ഇന്ന് തൊട്ട് അച്ചുക്കുട്ടൻ ഏതൻ വി സോബിൻ എന്നറിയപ്പെടും. ദൈവഭക്തിയിൽ കുഞ്ഞിനെ വളർത്തണമെന്ന ഉപദേശത്തോടെ അച്ചുക്കുട്ടനെ പ്രാർത്ഥിച്ച് അവരുടെ പേരൻസിനെ തന്നെ തിരിച്ചേൽപ്പിച്ചേ. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നേരെ വീട്ടിലോട്ട് ഇഞ്ഞു പോന്നേ. ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തിയപ്പോഴത്തേനും അവിടുന്ന് പപ്പായും അമ്മയും അമ്മച്ചിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കാര്യം പറഞ്ഞിരുന്ന് കുറച്ച് സമയം അങ്ങ് പോയേ. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇഞ്ഞു കൊണ്ടുവിട്ടേ. അപ്പം ശരി, നിങ്ങളുടെ കാര്യമൊക്കെ നടക്കട്ടെ കേട്ടോ. നാളെ കാണാമേ.